മറ്റൊരു വാർത്ത ഷിരൂരിൽ നിന്നാണ്. മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കും. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. ക്രെയിൻ ഉപയോഗിച്ച് പുഴയിൽ അടിഞ്ഞുകൂടിയ മരക്കഷ്ണങ്ങളും മറ്റു വസ്തുക്കളും പുറത്തെത്തിക്കുകയാണ് ലക്ഷ്യം. നേരത്തെ അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട വലിയ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വരികയായിരുന്നു. അത് സംബന്ധിച്ച് ചില സൂചനകളൊക്കെ ഇപ്പോഴും ലഭ്യമായിട്ടുണ്ട്. ആഴത്തിലുള്ള പരിശോധന, വ്യാപകമായ പരിശോധന ഇനിയും ആവശ്യമുണ്ട്. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഇക്കാര്യത്തിൽ പുതുതായി പ്രതികരണം നടത്തിയിരിക്കുന്നു. അതിലേക്ക് മിനിഞ്ഞാന്ന് ഏത് രീതിയിലായിരുന്നു ആ രീതിയിലുള്ള തെരച്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് കലക്ടർ മിനിഞ്ഞാന്ന് തിരച്ചിൽ അവസാനിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. അതിന്റെ കൂടെ തന്നെ ഇന്ന് ക്രെയിനുകളും എത്തിച്ചേരും എന്നാണ് ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥരും അതിന്റെ ഓപ്പറേറ്റർമാരും പറഞ്ഞത്. ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ വണ്ടി കിടക്കുന്നുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് മൺകൂമ്പാരം, മണ്ണുകളും അതുപോലെ മരങ്ങളും അടിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ആ മരങ്ങൾ ആദ്യം റിമൂവ് ചെയ്ത് ആ ചെളി മാറ്റി അവിടെ വണ്ടി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് ആദ്യം ഈശ്വർ മൽപ്പയും സംഘവും അല്ലെങ്കിൽ നേവിയും സംഘവും ചെയ്യുക എന്ന കാര്യമാണ് അറിയാൻ പറ്റിയത്. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നു. ജോസഫ്, പ്രതീക്ഷ കൈവിടാതെ തെരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ എങ്ങനെയാണ് ഈ ഷിരൂരിൽ ആ, തെരച്ചിൽ കൂടുതൽ പുരോഗമിക്കുന്നത്? ഏത് തരത്തിലാണ്? ഫിജി ഇന്ന് 10 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. നാവികസേനയുടെയും അതുപോലെ തന്നെ ഈച്ചർ മാൽപ്പയുടെയും നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധ സംഘമാണ് ഇത്തരത്തിൽ ഇന്ന് പരിശോധനകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ഈച്ചർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രധാനമായും പുഴയിലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ മരച്ചില്ലകളും മരക്കൊമ്പുകളും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും ഇന്ന് മുഴുകുക. അതുപോലെ തന്നെ നാവികസേന ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ കയർ കണ്ടെത്തിയത്. അത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഈ ലോറിയുടെ ഭാഗമായിരുന്ന കയർ കണ്ടെത്തിയിരുന്നു. ഈ ഭാഗം മാർക്ക് ചെയ്ത് ആ സമയങ്ങളിലൊക്കെ ഈ നാവികസേന പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും നാവികസേന ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ ഭാഗത്ത് കൂടുതലായി ഡൈവ് ചെയ്യണമെങ്കിൽ വലിയ മരക്കഷ്ണങ്ങൾ പ്രതിസന്ധിയായി നിൽക്കുന്നു എന്ന് നാവികസേന ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രാഥമികമായി പരിഗണന നൽകുക ഈ കയർ കണ്ടെത്തിയ ഭാഗത്ത് ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ വലിയ മരക്കഷ്ണങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ഇതിനുവേണ്ടി വിവിധയിടങ്ങളിൽ നിന്ന് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിശോധന പുനരാരംഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ഇതിനുവേണ്ടി 3 ക്രെയിനുകൾ ഇത്തരത്തിൽ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് പരിശോധന നടത്തും. അതേസമയം ഒരു വെല്ലുവിളി നിറയ്ക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ താൽക്കാലിക റെയിൽ ക്രാഷ് ക്രോസുകളൊക്കെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഇന്ന് പൊളിച്ചു മാറ്റേണ്ടി വരും. ഈ ക്രെയിൻ സംവിധാനങ്ങൾ കരയിൽ നിന്ന് സുഗമമായി പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരത്തിൽ സംവിധാനങ്ങളൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ മുങ്ങൽ വിദഗ്ധർ ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തിയ ശേഷം ഈ മരത്തിൽ ഈ ഹുക്കുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ മരം ഈ റോപ്പുമായി ടൈ ചെയ്ത് കരയിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചു കയറ്റുന്ന പ്രവൃത്തികളായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. അതിന് ആ ഒരു ഘട്ടം പൂർത്തിയായാൽ തന്നെ ഈ മിഷന്റെ പകുതി ഈ ലോറിക്ക് അടുത്തെത്താനുള്ള ദൗത്യത്തിന്റെ 50% പൂർത്തിയാകും. ഏറ്റവും പ്രയാസകരമായ ഭാഗം പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധ സംഘം ഇവർക്ക് ഈ മുങ്ങൽ വിദഗ്ധ സംഘം ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മറ്റുദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നാവികസേനയുടെയും മുങ്ങൽ വിദഗ്ധരും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ മുങ്ങൽ വിദഗ്ധരും ഇന്ന് പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാരമേറിയ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭാരമേറിയ വസ്തുക്കളും അതുപോലെ തന്നെ ഈ പ്രതിബന്ധമായി നിൽക്കുന്ന, അതായത് ലോറിക്ക് മുകളിൽ നിൽക്കുന്ന മണ്ണ് അടക്കം മരക്കഷ്ണങ്ങൾ അടക്കം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികളാണ് ഇത്തരത്തിൽ നടക്കുക. ഡ്രഡ്ജിംഗ് മിഷൻ എത്തിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിൽ ഈ മരം വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഈ മരം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് ജോസഫ്, പോകുന്നത്. നമുക്കറിയാം ഈ ഒരു കയർ ലഭിച്ചത് ഒരു പിടിവള്ളിയായി നിൽക്കുകയാണ്. ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണവും തെരച്ചിലും ഒക്കെ നടക്കുക. ഈ കയറിന്റെ ബാക്കിയുള്ള ഭാഗം എവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? അത് ലോറിയുടെ തന്നെയാണ്, ലോറിയിൽ കെട്ടിയിരുന്ന കയറാണ് എന്ന് ഉറപ്പുണ്ടോ? അത് ആ കയറിൽ പിടിച്ചുള്ള അന്വേഷണം, തെരച്ചിൽ ഒരു കൃത്യസ്ഥാനത്തേക്ക് എത്തിക്കും, ലോറിയിലേക്ക് എത്തിക്കും എന്ന് ഉറപ്പുണ്ടോ?
ഫിജി, തീർച്ചയായും ഈ കയറ് ഈ ഉടമ ഈ മനാഫ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് നേവി ഉദ്യോഗസ്ഥർ പല കയറുകളുടെ സാമ്പിളുകൾ മനാഫിനെ കാണിച്ചുകൊണ്ട് ഇതിൽ ഏത് തരത്തിലുള്ള കയറാണ് നിങ്ങളുടേതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ നാവികസേന ഉദ്യോഗസ്ഥർ ആഴങ്ങളിലേക്ക് മുങ്ങി ഒരു കയറിന്റെ കഷണം മുറിച്ചെടുത്തുകൊണ്ട് വന്ന് മനാഫിനെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ മനാഫ് പറഞ്ഞത് ഈ മരം കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ ഒരു പ്രത്യേക തരത്തിലുള്ള കയറാണ്. ആ കയർ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. ഈ കയർ ഞാൻ തന്നെയാണ് മേടിച്ച് നൽകിയത്. അതുകൊണ്ട് കൃത്യമായി ഈ കയർ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് ലോറി ഉടമ മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കയറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല. അത് 100% ശരിയാണ് എന്നാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കയർ ഇത്തരത്തിൽ ഈ മരക്കഷ്ണങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കയർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന എത്രത്തോളം വിജയകരമാകും എന്ന് ഈ മരങ്ങൾ നീക്കിയാൽ മാത്രമേ കയർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ മരങ്ങൾ ഈ വാഹനത്തെ മൊത്തം ചുറ്റിയിരുന്ന കയർ കണ്ടെത്തിയത് ലോറിയിലേക്ക് എത്താനുള്ള ഏറ്റവും നിർണായകമായ സൂചന എന്നാണ് നാവികസേന അടക്കം വിശ്വസിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഫിജി. ശരി.